2020-ലും 2021-ലും കോവിഡ് കാലമായിരുന്നു. വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു. 22-ല് കരിപ്പൂരിൽ പിടിച്ചത് 73.31 കിലോയുടെ സ്വർണമാണ്. അതായത് 37,96,68,795 രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് 22-ൽ. ഇവിടെ 2023-ല് 40 കേസുകൾ 32.81 കിലോഗ്രാം സ്വർണം പിടികൂടി. 19 കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 2024-ല് 26 കേസുകൾ, അവിടെ 17 കിലോഗ്രാമിലധികം സ്വർണം, 11,62,00,000 രൂപയുടെ സ്വർണ്ണമാണ്. അപ്പോൾ ആകെ 156 കേസുകൾ, അതിൽ 123.99 കിലോഗ്രാം സ്വർണം. ഇതാണ് മൊത്തം പിടികൂടി. 68,81,00,000 രൂപയിലധികം വരും ഈ പണം. ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക്. ഇതാണ് വേർതിരിച്ച് പറഞ്ഞത്. ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു. അതിൽ 122 കോടി രൂപ മൊത്തം സംസ്ഥാനത്ത്. ആ 122 കോടി രൂപയിൽ 87 കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇതൊരു കണക്കാണല്ലോ, പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത്. അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും. ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത്, ഹവാല പണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? നിയമ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത്? ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ? എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, തെറ്റ് അത്
ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികളുണ്ടാവും. ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ്. അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്നാർക്കെങ്കിലും പറയാനാവുമോ? പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല. ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്.